വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കഴിഞ്ഞ ക്ലാസ്സോടുകൂടി നമ്മുടെ തിരുവിതാംകൂർ രാജവംശം തീർന്നു അല്ലെ. അപ്പൊ തിരുവിതാംകൂർ രാജവംശമാണ് പ്രധാനമായിട്ടും കേരള ഹിസ്റ്ററിയിൽ കുറച്ചധികം പഠിക്കാനുള്ളത്. അടുത്തത് കോഴിക്കോട് രാജവംശം, കൊച്ചി രാജവംശം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് രാജവംശങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിനെക്കുറിച്ച് പഠിക്കാനുള്ളൂ. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ മറ്റ് ഹിസ്റ്ററിയുടെ ഭാഗങ്ങളൊക്കെ ആയിട്ട് നമ്മളിപ്പോ മോഡേൺ ഇന്ത്യയിലും അങ്ങനെയൊക്കെയുള്ള യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ കുറെയൊക്കെ നമ്മൾ അവിടെ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോഴിക്കോട് രാജവംശവും കൊച്ചി രാജവംശവുമാണ്. ആദ്യം തന്നെ പറയുന്നത് കോഴിക്കോട് രാജവംശത്തെ കുറിച്ചാണ്. കോഴിക്കോട് രാജവംശവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മളോട് ചോദിക്കാറുള്ളത് ഇവരുടെ പേരുകളുമായിട്ടൊക്കെ കാര്യങ്ങൾ കുറച്ച് ചോദിക്കാറുണ്ട്. ഇപ്പോ എന്താ പറയാ, എപ്പോഴും ചോദിക്കാറുള്ളത് നെടിയിരുപ്പ് സ്വരൂപം കേട്ടുണ്ടോ നിങ്ങള്? നെടിയിരുപ്പ് ട്ടോ, നെടിയിരുപ്പ് സ്വരൂപം എന്ന പേരിൽ അറിയപ്പെടുന്നത്, നെടിയിരുപ്പ് സ്വരൂപം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് രാജവംശമാണ്? നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്നത് കോഴിക്കോട് രാജവംശമാണ്. ഈ നെടിയിരുപ്പ് സ്വരൂപത്തിന്റെ ആദ്യത്തെ കേന്ദ്രം ഏറനാട് എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു. ഉത്തരം ഏതാണ്? ഏറനാട് എന്ന് പറയുന്ന സ്ഥലമായിരുന്നു ട്ടോ. ഇനി നെടിയിരുപ്പ് സ്വരൂപത്തിന്റെ എന്താ പറയുന്നത്, വേറെ പേരുകളിലും കൂടിയും ഈ ഇത് അറിയപ്പെട്ടിരുന്നു. എന്താണ്? ഏറനാട് ആയിരുന്നത് കൊണ്ട് തന്നെ ഏറാടിമാർ എന്നറിയപ്പെടുന്നതും ആരെ തന്നെയാണ്? കോഴിക്കോട് രാജവംശത്തെയാണ്. അതുപോലെ തന്നെ കുന്നലക്കോനാതിരിമാർ ട്ടോ, കോനാതിരിമാർ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? കോഴിക്കോട് രാജവംശം തന്നെയാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടോ. ഇനി കോഴിക്കോട് രാജവംശത്തിലെ ഭരണാധികാരികളെ വിളിച്ചിരുന്നത് സാമൂതിരിമാർ എന്നാണ്. ഈ സാമൂതിരിമാര് ഭരണാധികാരികളാണ്, അല്ലെങ്കിൽ രാജാക്കന്മാരാണ്. ഇവരുടെ മന്ത്രിമാരുണ്ടാവുമല്ലോ മക്കളെ, ആ മന്ത്രിമാരെ വിളിച്ചിരുന്നത് മങ്ങാട്ടച്ചൻ എന്നാണ്. അപ്പൊ മങ്ങാട്ടച്ചനാണ് അവരുടെ മന്ത്രിമാരെന്നും ഓർത്തു വയ്ക്കുക കേട്ടോ. ഇനി ഇവരുടെ കിരീടധാരണ ചടങ്ങുണ്ട്. കിരീടധാരണ ചടങ്ങിനെ അരിയിട്ട് വാഴ്ച എന്നാ വിളിച്ചിരുന്നത്. അരിയിട്ട് വാഴ്ച, കിരീടധാരണ ചടങ്ങ് അരിയിട്ട് വാഴ്ചയാണ്. ഇവരുടെ അടിയന്തിര ചടങ്ങിനെ വിളിച്ചിരുന്നത് എന്താണ്? തിരുവന്തളി എന്നാണ് ഇവരുടെ അടിയന്തിര ചടങ്ങ്. അപ്പോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താ പറയാ, കോഴിക്കോട് രാജവംശവുമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ഇനി കോഴിക്കോട് രാജവംശവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്താ പറയാ, ഒന്ന് രണ്ട് രാജാക്കന്മാരെ നമ്മൾ പഠിക്കണം. അതിൽ ആദ്യത്തെ ആള് മാനവ വിക്രമൻ. മാനവ വിക്രമൻ നമ്പൂതിരി എന്ന് പറയുന്ന ആളാണ് ആദ്യത്തെ ആള്. ഈ മാനവ വിക്രമൻ നമ്പൂതിരിയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ, നിങ്ങൾ രേവതി പട്ടത്താനത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ? രേവതി പട്ടത്താനത്തിന്റെ വേദി ഏതാണ്? രേവതി പട്ടത്താനത്തിന്റെ വേദി തളി ക്ഷേത്രമാണ്. തളി ക്ഷേത്രം എവിടെയാണ്? തളി ക്ഷേത്രം കോഴിക്കോട് ജില്ലയിലാണ് തളി ക്ഷേത്രം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ കോഴിക്കോട് ജില്ലയിലെ തളി ക്ഷേത്രത്തിലെ പണ്ഡിത സദസ്സിന്റെ പേരാണ്, പണ്ഡിത സദസ്സാണ് രേവതി പട്ടത്താനം. അത് ആരംഭിച്ചത് മാനവ വിക്രമൻ നമ്പൂതിരിയാണ്. മനസ്സിലായില്ലേ? 18 കവികൾ ആരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു? 18 കവികൾ ഉണ്ടായിരുന്നത് മാനവ വിക്രമൻ നമ്പൂതിരിയുടെ സദസ്സിലാണ്. ഇനി അടുത്തത് മാനവ വിക്രമന്റെ പോലെ ഒരാളുണ്ട്, മാനവേദൻ. ആരാണ്? മാനവേദൻ ട്ടോ. മാനവേദൻ, നേരത്തെ പറഞ്ഞത് മാനവ വിക്രമൻ നമ്പൂതിരിയ, ഇത് മാനവേദൻ സാമൂതിരിയ. ആരാണ്? മാനവേദൻ സാമൂതിരി. ഇനി ഇദ്ദേഹം എന്താ പറയുന്നത്, കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന സാമൂതിരി ചോദിച്ചാൽ മാനവേദൻ സാമൂതിരി. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് കൃഷ്ണഗീതി. കൃഷ്ണഗീതി ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. ഇനി ഒരാളും കൂടി ഉണ്ട്, അവിടെ എഴുതാം ടീച്ചർ, ഉദയവർമ്മൻ കോലത്തിരി. ഉദയവർമ്മൻ കോലത്തിരി. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാ, അതായത് നമ്മുടെ കൃഷ്ണഗാഥയെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങള്? കൃഷ്ണഗാഥ രചിച്ചത് ആരാന്ന് ചോദിച്ചിട്ടില്ലേ നമ്മളോട്? ചെറുശ്ശേരി അല്ലേ? അപ്പൊ ഇദ്ദേഹത്തിന്റെ കാലത്താണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പൊ ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു എന്ന് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ കോഴിക്കോട് രാജവംശത്തെ കുറിച്ച് പഠിക്കാൻ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത്
കൊച്ചി രാജവംശത്തെ കുറിച്ചാണ്. കൊച്ചി രാജവംശത്തെ കുറിച്ച് പഠിക്കുമ്പോ പ്രസിദ്ധനാണ് ശക്തൻ തമ്പുരാൻ അല്ലെ. തൃശൂർ പൂരം ആരംഭിച്ചു, ആദിന കൊച്ചിയുടെ പിതാവാണ് അല്ലെ, തൃശൂർ നഗരത്തിന്റെ ശില്പിയാണ്. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതിനു മുമ്പ് നമ്മൾ പഠിക്കുകയാണ് കൊച്ചി രാജവംശത്തിന്റെ മറ്റൊരു പേര് എന്താണ്? പെരുമ്പടപ്പ് സ്വരൂപം. പെരുമ്പടപ്പ് സ്വരൂപം എന്ന് ഇവർ അറിയപ്പെട്ടിരുന്നു. ഇതിന്റെ ആദ്യ തലസ്ഥാനം ചിത്രകൂടമായിരുന്നു. ആദ്യ തലസ്ഥാനം ചിത്രകൂടമായിരുന്നു. കൊച്ചി രാജ്യത്തിന്റെ ആദ്യ തലസ്ഥാനം ചിത്രകൂടവും പിന്നീടുള്ള തലസ്ഥാനം മഹോദയപുരവുമായിരുന്നു. മഹോദയപുരം. അപ്പൊ രണ്ട് തലസ്ഥാനങ്ങളുണ്ട്. സെക്കൻഡ് ക്യാപിറ്റൽ ആണ് മഹോദയപുരം. ഫസ്റ്റ് ക്യാപിറ്റൽ ഏതാണ്? ചിത്രകൂടമാണ്. ഇനി ഇവരെ മാടഭൂപതിമാർ എന്നും വിളിച്ചിരുന്നു. മാടഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്നത് കൊച്ചി രാജവംശമാണ്. മാടഭൂപതിമാർ. ഇനി മാടഭൂപതിമാർ എന്ന് മാത്രാണോ? മാടരാജ്യം എന്ന് വിളിച്ചിട്ടുണ്ട്, ഗോശ്രീ രാജ്യം എന്ന് വിളിച്ചിട്ടുണ്ട്, ഗോശ്രീ രാജ്യം, കുറുസ്വരൂപം എന്ന് വിളിച്ചിട്ടുണ്ട്, കുറുസ്വരൂപം. ഇതൊക്കെ ആരുടെ പേരാണ്? പെരുമ്പടപ്പ് സ്വരൂപം അല്ലെങ്കിൽ കൊച്ചി രാജവംശം അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകളാണ്. ഇവരുടെ കൊച്ചി രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങിന് വിളിക്കുന്ന പേര് അല്ലെങ്കിൽ കിരീടധാരണ ചടങ്ങ് നടന്നിരുന്ന സ്ഥലം അതേതാണ്? ചിത്രകൂടമാണ്. ഇവരുടെ ആദ്യത്തെ ക്യാപിറ്റൽ ആണ്. കൊച്ചിയിലെ രാജാക്കന്മാരെ മന്ത്രിമാരെ വിളിച്ചിരുന്നത് പാലിയത്തച്ഛന്മാർ എന്നാണ്. പാലിയത്തച്ഛനാണ് മന്ത്രിമാര് കേട്ടോ. കൊച്ചി രാജാവിന്റെ ഔദ്യോഗിക സ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ പെരുമ്പടപ്പ് മൂപ്പൻ. സ്ഥാനം എന്താണ്? പെരുമ്പടപ്പ് മൂപ്പൻ എന്നാണ് സ്ഥാനം എന്നും കൂടി ഓർത്തു വെക്കുക. ക്ലിയർ ആയില്ലേ? ഇനി കൊച്ചിയിൽ ഒരു വനിതാ ഭരണാധികാരിയെ ഉണ്ടായുള്ളൂ. അവരുടെ പേര് റാണി ഗംഗാധര ലക്ഷ്മി എന്നായിരുന്നു. റാണി ഗംഗാധര ലക്ഷ്മി ഏക വനിതാ ഭരണാധികാരി. കൊച്ചിയിലെ ആദ്യത്തെ ദിവാൻ ആര്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അത് കേണൽ മൺട്രോയാണ് കൊച്ചിയിലെ ആദ്യത്തെ ദിവാൻ. ഇനി അടുത്തത് ഇവിടെ കോവിലകത്തും വാതുക്കൽ. കോവിലകത്തും വാതുക്കൽ എന്താണത്? കോവിലകത്തും വാതുക്കൽ എന്ന് പറഞ്ഞ താലൂക്കുകൾ, നമ്മുടെ ഇപ്പോഴത്തെ താലൂക്കുകളില്ലേ, ആ താലൂക്കുകൾ കൊച്ചി രാജ്യത്ത് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? കോവിലകത്തും വാതുക്കൽ എന്നാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആരെ കുറിച്ചാണ്? ശക്തൻ തമ്പുരാനെ കുറിച്ചാണ്. ശക്തൻ തമ്പുരാനെ കുറിച്ച് ടീച്ചർ പറഞ്ഞു. എന്തൊക്കെയാണ് ശക്തൻ തമ്പുരാന്റെ പ്രത്യേകത? അദ്ദേഹം എന്താണ്? തൃശൂർ നഗരം അല്ലെ, തൃശൂർ നഗരത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാനാണ്. ആധുനിക കൊച്ചിയുടെ ശില്പി അല്ലെങ്കിൽ ആധുനിക കൊച്ചിയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാനാണ്. തൃശൂർ നഗരം നിർമ്മിച്ചു. അതുപോലെ തന്നെ തൃശൂർ പൂരം ആരംഭിച്ചതും ശക്തൻ തമ്പുരാനാണ്. ഇനി കൊച്ചി നാട്ടുരാജ്യത്തെ പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരി, ശക്തനായിട്ടുള്ള ഭരണാധികാരി ഒക്കെ തന്നെ ആരാണ്? ശക്തൻ തമ്പുരാനാണ്. കൊച്ചിയിൽ ജന്മിത്ത ഭരണം ആരംഭിച്ചത് ഇദ്ദേഹമാണ്. കൊച്ചിയിൽ ജന്മിത്ത ഭരണം ആരംഭിച്ചത് ഇദ്ദേഹമാണ്. കൊച്ചി രാജ്യത്തിന്റെ സുവർണകാലം എന്ന് വിളിക്കുന്നത് ശക്തൻ തമ്പുരാന്റെ ഭരണകാലമാണ്. കൊച്ചി രാജ്യത്തിന്റെ സുവർണകാലം എന്ന് വിളിക്കുന്നത് ശക്തൻ തമ്പുരാന്റെ ഭരണകാലമാണ്. ഇനി അടുത്തത് കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാനാണ്. കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാനാണ് ട്ടോ. ശക്തൻ തമ്പുരാന്റെ പേരിലുള്ള കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശൂറാണ് എന്ന് ഓർത്തു വെക്കാം. കൊച്ചിയിലെ അവസാന ഭരണാധികാരിയുടെ പേര് ചോദിച്ച രാമവർമ്മ പരീക്ഷിത്ത് തമ്പുരാനാണ്. രാമവർമ്മ പരീക്ഷിത്ത് തമ്പുരാനാണ് കൊച്ചിയിലെ അവസാന ഭരണാധികാരി. ഇത്രയേ ഉള്ളൂ കോഴിക്കോടും കൊച്ചി രാജവംശത്തെ കുറിച്ച് പഠിക്കാൻ. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇനി നമ്മൾ അടുത്ത 2 ക്ലാസ് 2 ദിവസം നിങ്ങൾ നന്നായിട്ട് ഈ തിരുവിതാംകൂർ, കൊച്ചി, കോഴിക്കോട് രാജവംശങ്ങൾ ഭംഗിയായിട്ട് പഠിക്കുക. 2 ദിവസത്തിനുള്ള ടീച്ചർ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നമുക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും.